നമസ്കാരം, എൻ്റെ പേര് അലിയാർ. ഈ വരുന്ന 29-30 തീയതികളിലായി മാർച്ച് മാസത്തിൽ നമ്മളൊരു നാടകം അരങ്ങിലെത്തിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് മിഥുൻ മോഹൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ നാടകം ചെയ്യുന്നത്. മിഥുൻ ഏറെ പ്രിയപ്പെട്ടൊരു നോവലായിരുന്നു ഇത്. മിഥുൻ ദൃശ്യകലാരംഗത്ത് ഏറ്റവും സജീവമായിട്ടുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല നാടകത്തിൻ്റെ രംഗത്തും അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു അവതരണമാണ്. സെർവാൻറ്റീസിൻ്റെ ഒരു കൃതിയാണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഡോൺ കിക്സോട്ട് ദി ലാ മാഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് അത്. മലയാളത്തിൻ്റെ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ആ കൃതിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാന കഥാപാത്രം ഡോൺ കിക്സോട്ട് അവതരിപ്പിക്കുന്നത് സജി മാഷാണ്. സജി തുളസിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള നാടകരംഗത്ത് കുറേ കാലമായി പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ സാൻജോ പാൻസ എന്ന വേഷം ചെയ്യുന്നത് ദാസൻ കോങ്ങാടാണ്. അദ്ദേഹവും വളരെ കാലമായി തിയേറ്ററിൻ്റെ രംഗത്തും സിനിമാ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. ഇതിനകത്ത് ഒരുപാട് മറ്റ് വ്യക്തിത്വങ്ങളുള്ളത് നാടക അക്കാദമിക്കലായി പഠിച്ചിട്ടുള്ള, നാടക അക്കാദമിക്കലായി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. ഇതിൻ്റെ മ്യൂസിക് നിർവഹിക്കുന്നത് നാരു പറയിസയാണ്. വീഡിയോ നമ്മൾ ചെയ്യുന്നത് മിഥുൻ തന്നെ വരച്ചിട്ടുള്ള വിശദമായ ഒരുപാട് ചിത്രങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മിഥുൻ ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ് ഡിജിറ്റൽ പെയിൻറ്റിങ് നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത, അല്ലെങ്കിൽ അത്ര വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു മാധ്യമമാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ. അപ്പോൾ അദ്ദേഹം വരച്ചിട്ടുള്ള ഡിജിറ്റൽ പെയിൻറ്റിങ്ങുകളെ അനിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഈ സിനിമ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന നിതീഷ് ലോഹിതാക്ഷനാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് ചെയ്യുന്നത് അലക്സ് സണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഇൻവിസിബിൾ ലൈറ്റിംഗ് സൊല്യൂഷൻ്റെ സനേഷ് കേടിയാണ് ഇതിനകത്ത് മ്യൂസിക് സൗണ്ട് എക്സിക്യൂഷൻ ചെയ്യുന്നത്. പിന്നെയും കുറേ ഓരോരോ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും നമുക്ക് വൈകാതെ പരിചയപ്പെടാം. എല്ലാവരെയും ചില പേരുകൾ മാത്രം ഇങ്ങനെ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ കൃതിക്കകത്ത് ഏതാണ്ട് 666 കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ബൃഹത്തായ 2 അധ്യായങ്ങളുള്ളൊരു നോവലാണത്. അപ്പോൾ ആദ്യത്തെ അധ്യായം എഴുതി കഴിഞ്ഞ് അത് ഏകദേശം ഒരു 90,000 പേജുണ്ട്. ഒരു ആദ്യത്തെ അധ്യായം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം 2ാമത്തെ അധ്യായം എഴുതുന്നത്. അത് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഏറ്റവും ആധുനികമായൊരു നോവലാണെന്നും വളരെ സറ്റൈലായിട്ട് പ്ലേ ചെയ്യുന്നൊരു നോവലാണത്. അബ്സേർഡായിട്ടുള്ളൊരു വർക്ക് എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയപ്പെട്ട ഒരു പുസ്തകമാണിതെന്ന് ഒരു വിശേഷണം ഇതിനുണ്ട്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പുനരാഖ്യാനം ചെയ്തിട്ടുള്ളൊരു കൃതി കൂടിയാണ് ഡോൺ കിക്സോട്ട്. ഡോൺ കിക്സോട്ടിനെ ഒരുപക്ഷെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ പരിചയമായിരിക്കും. അവരുടെ പാഠപുസ്തകങ്ങളിലൊരു വിഷയം കൂടിയാണ് ഡോൺ കിക്സോട്ട്. ആ ഡോൺ കിക്സോട്ടിനെ നന്മയിൽ ജോൺ കിഹോത്തെ എന്ന രീതിയിലാണ് പരിഭാഷപ്പെടുത്തി നമ്മൾ അവതരിപ്പിക്കുന്നത്. നരാധമന്മാരെ, ഈ കന്യകയെ ആദ്യം സ്വതന്ത്രയാക്കുക. വിപ്ലവകാരിയായ ഈ മനുഷ്യപുത്രനെ വെറുതെ വിടുക. നന്മയിൽ ജോൺ കിഹോത്തയാണ് പറയുന്നത്. സമാധാനമാണ് എന്റെ ആദ്യത്തെ ആയുധം. അതിൽ കീഴടങ്ങി പിരിഞ്ഞു പോകിൻ. 30 വെള്ളിക്കാശിനേക്കാൾ സമ്പന്നമായ ഒന്നിനെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് നീചനും കള്ളനും തെമ്മാടിയും കൊലപാതകയുമായ ബറാബസിനെ മതിയെങ്കിൽ ചുരുകയാണ്. മിഥുന് ആ കൃതിയെ അത്ര കണ്ട് സ്നേഹിച്ചത് അതിനകത്തുണ്ടായിരുന്ന ആ ഹ്യൂമർ
ആണ്. ഹ്യൂമറിന് ഒരു ഇൻ്റലക്ച്വൽ സ്വഭാവം അതിനകത്ത് കിടക്കുന്നുണ്ട്. മിഥുൻ അത്രയ്ക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഏകദേശം സമപ്രായപ്പെടുന്ന എന്നാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവഗാഹമുള്ള ഒരു വലിയ നല്ല രസമുള്ള വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസ് ഭയങ്കര തോട്ട്ഫുള്ളാണ്. അപ്പോൾ അത്തരത്തിലൊരു തോട്ട്ഫുൾനെസ് ഈ കൃതിക്കകത്തുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന ആളാണ് ആദ്യം എനിക്ക് കണ്ടെത്തി തരുന്നത്. അപ്പം ഞാൻ ആദ്യം പുനരാഖ്യാനങ്ങളൊക്കെയാണ് ഇതിൻ്റെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ബൃഹത്തായ കൃതി എടുത്ത് വായിക്കുന്നത് മിഥുൻ ഓരോ തവണ ഈ കൃതികളെക്കുറിച്ച് വായിച്ച് കേൾപ്പിച്ച് തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ ആ നിലയിലേക്ക് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ മിഥുൻ്റെ മരണത്തിൻ്റെ സമയത്ത് നമ്മളൊരു എന്താ പറയുക, ഒരു വാക്ക് പോലെ ഉള്ളിൽ കുറിച്ചിട്ടതാണ് ഇത് മിഥുൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വർക്ക് ചെയ്യും എന്നുള്ളത്. മിഥുൻ മോഹൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാടകം അവതരിപ്പിച്ചിട്ടുള്ളത്. 2 വർഷം മുമ്പ് ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന കലാരംഗത്തും ദൃശ്യമാധ്യമ കലാരംഗത്തും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന മിഥുൻ്റെ അഭാവം ഈ വേദിയെ ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മനുഷ്യൻ്റെ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് കേവലമായ മനുഷ്യയുക്തികളുടെ പരിധികളെ മാനിക്കാറില്ല എന്നാണ്. അതുകൊണ്ട് മിഥുൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ചിന്തകളും ഒക്കെ ഞങ്ങൾക്ക് പ്രചോദനമാണ്. അപ്പോൾ ആരെങ്കിലുള്ളവർ ഒന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടുത്തി തുടങ്ങാം. ഇത് ഫിദ. ഇതിനകത്ത് ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിരുദാനന്ദ ബിരുദം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഫിദ. 4 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ അന്ന എന്ന് പറയുന്നത് ഇപ്പോൾ ജോൺ കിഹോത്തൻ്റെ പെങ്ങളുടെ മകൾ, എൻ്റെ ചിറ്റപ്പനായിട്ടാണ് ഇതിൽ കിഹോത്ത വരുന്നത്. അപ്പോൾ കിഹോത്തയിൽ കൂടെ ആണല്ലോ നാടകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ചിറ്റപ്പൻ ഇങ്ങനെ പോകുന്നു, അപ്പോൾ ഞാനിങ്ങനെ ചിറ്റപ്പനെ വീണ്ടും പഴയ ഇതിക്ക് പിടിച്ചുകൊണ്ട് വരാൻ നോക്കുന്ന ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടാണെങ്കിലും ആ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ ഉള്ളത് ഈ കിഹോത്തേൻ്റെ യാത്രയിൽ ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു കുട്ടിയായിട്ടുള്ളതാണ് ഉള്ളത്. പിന്നെ അച്ഛൻ ഇങ്ങനെ കിഹോത്തനെ ഇതാക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്തുള്ള ഒരു രാജകുമാരിയായിട്ട്, അത് അറബിയിലാണ് പറയുന്നത്. ഇത് കണ്ണനുണ്ണി. ഞങ്ങൾ ഒരുമിച്ച് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലും സ്കൂൾ ഓഫ് ഡ്രാമയിലും പഠിച്ചിട്ടുള്ളവരാണ്. ഞാനിതിലൊരു പള്ളിയിലച്ഛൻ്റെ വേഷമാണ്. പള്ളിയിലച്ഛൻ ഈ ഡോൺ കിക്സോട്ടിന് ഇത് അഡാപ്റ്റേഷനാണല്ലോ സ്വാഭാവികമായിട്ടും. ഇതിൽ പള്ളിയിലച്ഛനാണ് ഈ ഡോൺ. ഇയാൾ വായിച്ച് ഇയാളുടെ ആയിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കുന്നുണ്ട്. ഇയാളുടെ ആയിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പള്ളിയിലച്ഛനാണ് ഇയാളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, തിരിച്ച് ജീവിതത്തിലേക്ക്. അല്ലെങ്കിൽ അതൊന്നുമല്ല നോർമൽ, അല്ലെങ്കിൽ അതൊരു ടോപ്പിയാണ്, ഇതാണ് കുറച്ചുകൂടെ നോർമലായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇതിലേക്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പള്ളിയിലച്ഛൻ്റെ വേഷമാണ് ഞാൻ ചെയ്യണം. വളരെ രസകരമായിട്ട് അലിയാർ ഇതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ. കാരണം നമ്മൾ ഡ്രാമ സ്കൂളിലോ അല്ലെങ്കിൽ നാടകം കാണുന്ന സമയത്തൊക്കെ ഒരുപാട് പുറത്തുനിന്നൊക്കെ ഉള്ള ഡോൺ കിക്സോട്ടിൻ്റെ പ്രൊഡക്ഷൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പലപ്പോഴും ഡ്രാമ സ്കൂളിലോ അവിടെയൊക്കെ ഇതിൻ്റെ അഡാപ്റ്റേഷൻ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് നടന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഭയങ്കര ഫലപ്രദമായിട്ടുള്ള ആളുടെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കണ്ടംപററി ആയിട്ടുള്ളൊരു ഐഡിയയിലേക്ക് അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതൊരു പുതിയ പ്രൊഡക്ഷൻ്റെ അതായത് ഒരു കണ്ടംപററി പ്രൊഡക്ഷൻ്റെ പൊതുവെ നമ്മൾ തിയേറ്റർ അങ്ങനെ നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു അമേച്വർ പ്രൊഫഷണൽ ഇങ്ങനെയൊക്കെയുള്ളൊരു മാനദണ്ഡങ്ങൾ പറയുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ ആ മാനദണ്ഡം എങ്ങനെ കണ്ടെത്തുമെന്ന് തന്നെ ബുദ്ധിമുട്ടൊരു കാലഘട്ടം. അപ്പോൾ അതിൽ തിയേറ്ററിന് കുറച്ചൊരു എന്താ പറയുക, ഈ കാലത്തൊരു പുതിയ ഉണർവും തിയേറ്ററിനെ കുറിച്ചുള്ള അത്ര ഡിസ്കഷൻസ് ഓണാക്കാൻ സാധ്യമാവുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് അലിയാറുടെ നിലവിലുള്ള. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ആൾക്കാർ കാണുക, അതിനെക്കുറിച്ചുള്ളൊരു ആഘോഷം ഉണ്ടാവും, അതാണല്ലോ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സാധിക്കാൻ സാധ്യതയുള്ളൊരു പ്രൊഡക്ഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രൊഡക്ഷൻ. ഇത് സന്ദീപ് കപ്പ്യാരുടെ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിസ്തുവിൻ്റെ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വേഷങ്ങളുടെ ഓട്ടപ്പാച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. പഠിച്ചതിലൊക്കെ നമുക്ക് ആക്ടിങ് സ്കൂളിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് ഓഫ് ഇതിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്
ആക്ടിങ്, അതിലിപ്പോൾ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ല, അഭിനയത്തിലൊരു ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് ഇതൊരു കപ്പിയാറിൻ്റെ ക്യാരക്ടറാണ്. ഇപ്പോൾ ഞാൻ ആദ്യം എടുത്ത് നോക്കിയ കുറേ യൂട്യൂബിൽ സാക്രറ്റിസം എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലറൊക്കെയാണ്. പക്ഷേ അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ ആ ഒരു നാടൻ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അച്ഛനെ എല്ലാപ്പോഴും അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കപ്പിയാറായിട്ടാണ് ഇതിലൊരു വേഷം പോകുന്നത്. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം കുറേ നോക്കി, അപ്പോൾ അതിലെന്താ ചെയ്യണം, അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യൻ കൊട്ടായി വളരെ കാലമായി തിയേറ്ററിലും സിനിമയിലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ സത്യൻ കോട്ടായി, അത്തരട്ട് കായിക നാടകത്തിൻ്റെ ട്രഷറും സംഘാടകനുമാണ്. പിന്നെ ഈ ഡോൺ കിസ്സോട്ടിൽ ചെറിയ കുഞ്ഞു 1-2 വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ചേഗവർ, പിന്നെ ഇട്ടി എന്നുള്ള ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. 3 ഭാഷകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ കുഞ്ഞു സാധനമായിട്ടാണ് പോകുന്നത്. അത് ഈ ഡോൺ കിഡ്സ് സഞ്ചരിക്കുന്ന വഴിയിലുള്ള ചില സാധനം, പിന്നെ നാടകക്കാരനായിട്ട് വരുന്നുണ്ട് ഇതിൽ തന്നെ. ഇത് ഷൈജു ആശാനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 2012 ഞാൻ സ്പോർട്ട് TV തിയേറ്റർ എന്നൊരു ആശയമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്. പക്ഷെ ആ സമയത്ത് തന്നെ ആശാൻ കളരിയെ ബേസ് ചെയ്തുകൊണ്ട് 1947 സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ പ്രൊജക്ട് എടുക്കുമ്പോൾ കളരി നിരോധിച്ചിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് കളരിയിലൂടെ അദ്ദേഹം ഒരു പെർഫോമൻസ് രൂപപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു സ്പോർട്ടീവ് പെർഫോമൻസ് അദ്ദേഹം മുൻപേ ചെയ്തിട്ടുണ്ട്. ആ അരങ്ങിനോടുള്ള പാഷൻ കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. നന്ദി. ഇത് റിതിൻ, എനിക്ക് പെട്ടെന്ന് റിതിൻ, സിദ്ധാർത്ഥ്, അശ്വിൻ, ഇത് ആദിത്യൻ. വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പേര് മറന്നു പോകുന്നത്. ഇത് ബിനി ഇതിനകത്ത് 6 കഥാപാത്രങ്ങൾ. ഞാൻ ബിനി, അലിയാറിൻ്റെ പ്ലേയിൽ 6 ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ്ങായി തോന്നിയത് തെയ്യം ഒരു പോർഷൻ വരുന്നുണ്ട്. നീ പുറപ്പെട്ടു വന്ന ദുഃഖനിക്ക് ഒഴിവാക്കി തന്ന പരമല്ല കഴിവണെങ്കിൽ പറയട്ടെ, നിന്റെ ഉള്ളിലൊരു ദുഃഖമുണ്ടല്ലോ, വിഷമിക്കണ്ട കേട്ടോ. നിന്റെ പടപ്പുറപ്പാട് മംഗളം കാണാം. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇത്രയധികം ദുഃഖങ്ങളേറ്റു അങ്ങനെ നിന്നെ കാത്തിരിക്കുന്നവരില്ലേ? നിന്റെ പ്രേമപാകരമായ അവളുടെ വളകിരുക്കം നിനക്ക് വഴി കാണിക്കും കേട്ടോ. സൗഭാഗ്യപൂർണമായ കാലഘട്ടം പിറവികൊള്ളും. എനിക്കൊക്കെ നോക്കുമ്പോൾ വളരെ ദുരൂഹമായിട്ടാണ് തോന്നി. വല്ലാതെ ആഴം കൂടിയതും പിടികിട്ടാത്തായിട്ടുള്ള കുറേ ഇടങ്ങൾ. എന്നാൽ അത് എവിടെയൊക്കെ ഉണ്ട് തോന്നുന്നു. എന്നാൽ ചില ഏരിയകളും കിട്ടും, റിലേറ്റബിളാണ്. അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഏരിയകളിൽ മാത്രം ഇതിനെ എടുത്തെടുത്ത് അവസാനം അതൊരു 40 പേജ് 45 പേജുള്ളൊരു സ്ക്രിപ്റ്റിൻ്റെ രൂപത്തേക്കാണ് കൊണ്ടുവരിക. ആ കൊണ്ടുവന്ന സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് കയറിയിട്ട് ഒരു നമ്മുടെ തന്നെ മണ്ണിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ക്യാരക്ടർ ഇതില്ലേ, ഇപ്പോൾ സാൻചോ പാച്ചോ ഇതിൽ ചെയ്യുന്ന സത്യത്തിലൊരു തെങ്ങേറ്റക്കാരനൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് ഈ സാധനത്തെ കൊണ്ടുവരിക എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു നമ്മുടെ ഇതിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സംഗതികളിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഇറക്കിയിടണം. ആ പ്രോസസ്സ് ഭയങ്കര കൗതുകമായിട്ട് ഇങ്ങനെ തോന്നിയത്. അവിടെ അലിയുടെ ഒരു ഇത് ഭയങ്കര രസമായിട്ട് കിട്ടി. നല്ല ക്ഷീണണ്ടേ, നല്ല ചന്തകളത് കളിയ ഒരു നാട് വെട്ടി കുടിച്ച ക്ഷീണൊക്കെ പമ്പ നടക്കും. സാഞ്ചോ, നീ സായുധ വിപ്ലവത്തിലാണോ വിശ്വസിക്കുന്നത്? സായുധ വിപ്ലവത്തിന്റെ കാലം കഴിഞ്ഞു. ഈ കളഞ്ഞൊന്ന് വെട്ടി കഴിഞ്ഞാൽ അപ്പം കഴിക്കും. ഇതിന്റെ പേരും മറന്നില്ലേ?
ഞാൻ ചാഞ്ചലല്ല, ചാഞ്ചലിന്റെ അപ്പന്റെ പേരല്ലേ? ഇപ്പോൾ തോന്നിയത് ഞാൻ എവിടെയോ വെച്ചിട്ട് ഇത് നന്നായിട്ട് റൺ ത്രൂലേക്ക് എത്തിയപ്പോൾ ഞാൻ സത്യത്തിൽ തരിച്ചു പോയി. ഇത് ഇങ്ങനൊരു പ്രോസസ്സ് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കൂടെ കടത്തിവിടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷം എല്ലാം കൂടെ ചേർന്നിട്ട് അത് രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോൺ കിക്സോട്ടിനെ നന്മയിൽ ജോൺ കിഹോത്തെ എന്ന വേഷത്തിൽ അവതരിപ്പിച്ചത് സജി തുളസിദാസാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉള്ളിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ വയസ്സിലും ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പേര് സജി തുളസിദാസ്. ഞാനൊരു ആക്ടറാണ്. നാടകവുമായി ബന്ധപ്പെട്ടിട്ട് വർഷങ്ങളായിട്ട് പല കഥാപാത്രങ്ങൾ നാടകത്തിൽ, പ്രത്യേകിച്ച് നാടകത്തിൽ, സിനിമയിലും വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും നാടകം ഒരു പാഷനാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിച്ചിരുന്നു. ആക്ടറായിട്ടാണ് ഫസ്റ്റ് BTA കഴിഞ്ഞത്. പിന്നെ PG ചെയ്തു. പിന്നെ പോണ്ടിച്ചേരിയിൽ റിസർച്ച് ചെയ്തു. അതൊക്കെ വേറെ നാടകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ ആക്ടർ എന്ന നിലയിൽ മലയാള നാടകവേദിയിൽ വളരെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തിയേറ്റർ ഇപ്പോൾ ഞാൻ കഥാപാത്രം അല്ലെങ്കിൽ ഈ നാടകത്തിൽ നിന്ന് വിട്ടിട്ടും കൂടി അറിയാണ്ട് ചിലപ്പോൾ സംസാരം പോകാം സ്വാഭാവികമായിട്ടും. എന്നുവെച്ചാൽ നടൻ എന്ന നിലയിൽ, നാടകക്കാരൻ എന്ന നിലയിൽ കേരളത്തിൽ നിലനിന്ന് പോവുക എന്ന് പറയുന്നൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞു തുടങ്ങുന്ന പറഞ്ഞാൽ ഇതിപ്പോൾ പ്ലാൻ ചെയ്ത് പറയുന്നതല്ല, പക്ഷേ അത് അറിയാതെ വരുന്ന സമയത്ത് അതിനെന്തൊരു കണക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ കിക്സോട്ടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിന്ത പോലും ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായിട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഭ്രാന്ത്. അപ്പോൾ നമ്മൾ നാടകക്കാരെ പൊതുവെ നാട്ടിൻപുറത്ത് ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന് ഭ്രാന്താണ്, അവന് നാടകം കളിച്ച് നടക്കുകയാണ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ കിക്സോട്ടിൻ്റെ സംഭവങ്ങൾ നടക്കാത്ത സ്വപ്നങ്ങളെന്ന അർത്ഥത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഒരു തരത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ എന്ത് കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലായാലും നമ്മൾ ഇസങ്ങൾ പറയുന്ന ഏത് ആശയപരമായിട്ടുള്ള സംഭവത്തിൻ്റെ പിന്നിലായാലും കുറേ ആൾക്കാരുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ ഭ്രാന്തമായിട്ടുള്ള സ്വപ്നങ്ങളാണ് നമ്മളിപ്പോൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് നടക്കുമോ നടക്കില്ല എന്നതിനപ്പുറത്ത് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് അത്തരം ചില ഫോഴ്സുകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭ്രാന്തമായ സ്വപ്നം. അതുപോലെ ആക്ടർ നിലയിലും നമ്മൾ ഈ പറയുന്ന പരിമിതികളും പുരായ്മകളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴും അതിന് കാരണക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ അല്ല, സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും പിന്നെ ഗവൺമെൻറ്റും ഒക്കെ അതിന് കാരണക്കാരായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ആ അർത്ഥത്തിൽ പോലും നിലനിൽക്കാൻ പറ്റുന്നത് നമുക്കുള്ള ഈ ഭ്രാന്താണെന്ന് പറയാൻ വേണ്ടിയാണ് അത് സൂചിപ്പിച്ചത്. ആ ഭ്രാന്തമായ ഒരു ആവേശം അല്ലെങ്കിൽ ആലോചന അഭിനയിക്കാൻ, അല്ലെങ്കിൽ നാടകം കളിക്കാൻ, അല്ലെങ്കിൽ കലയുമായി നിലനിൽക്കാൻ, എന്നാൽ നിരന്തരമായിട്ട് എന്തിനോടൊക്കെയോ ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ളൊരു ചിന്തയ്ക്ക് വേണ്ടി തന്നെയാണ് നാടകവും നാടകക്കാരും അഭിനയവും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പല നാടകങ്ങൾ പലതരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ, ഇപ്പോൾ ഞാനൊരു സോളോ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അലിയും കൂടി ആലോചിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അലിക്ക് ഈ കൃതിയിലേക്കോ ഈ ഒരു കഥാപാത്രത്തിലേക്കോ എത്തുന്നതിനകത്ത് ഒരുപാട് കാര്യകാരണങ്ങളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു സോളോ പെർഫോമൻസായിട്ട് അലി ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് മനസ്സിലുള്ളതുകൊണ്ട് അലി ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞു. പക്ഷേ ഇത് സോളോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, പറ്റുമായിരിക്കാം. പക്ഷേ അപ്പം നോക്കുമ്പോൾ സാൻജോ പാൻസ് നമ്മൾ ഒരുപാട് കേട്ട് പിറകിയ ഒരു കഥാപാത്രമാണ് സാൻജോയും ഡോൺ കിക്സോട്ടിനും നമുക്ക് കുട്ടിക്കാലം തൊട്ട് നമ്മൾ കഥകൾ കേട്ടറിയാം. മഹചരിതമായാലും അങ്ങനെയൊക്കെ വായിച്ച് വിശ്വസാഹിത്യം വായിച്ചറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ കഥ നമ്മൾ രണ്ടുപേരും കൂടി, ഞാനും ദാസേട്ടനും കൂടെ വെച്ചിട്ട് അതൊരു 2 പേരുള്ള നാടകമാക്കി ഇങ്ങനെ പോകാൻ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലിക്കും അതൊരു വലിയ നാടകമായി ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നുകയും അത് മിഥുനുമായിട്ടുള്ള വേറെ ബന്ധങ്ങൾ ഉണ്ട് അലിക്ക്, മിഥുൻ പറഞ്ഞിട്ടുള്ള കൃതി എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇതൊരു വലിയ നാടകമാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സംഘമുണ്ടോ നാടകമുണ്ടോ എന്നൊക്കെ അപ്പുറത്ത് ആ ഭ്രാന്ത് അലിക്കും വളരെ കൃത്യമായിട്ട് അലിയുടെ ഭ്രാന്താണത്. അപ്പോൾ ആ ഭ്രാന്ത് നമ്മളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ തുടങ്ങി കുറേ ഭ്രാന്തന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ആണ് ഈ ഒരു ഭ്രാന്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വളരെ ബേസിക്കായിട്ട് ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊരു മുഴുനീളമായിട്ട് ഈ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഇത് ഒരു വലിയ കഥാപാത്രമാണ്. അപ്പോൾ അത് കഥാപാത്രം വലുത് എന്നതിനപ്പുറത്ത് ഇപ്പം നമ്മളിത് മലയാളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് രസകരമായിട്ടുള്ളൊരു ഇതിൻ്റെ തുടക്കം തൊട്ട് ടെക്സ്റ്റ് വായന തൊട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട് അലിയും ഞാനും. അപ്പോൾ അവരെ സജഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എങ്കിലും അലിയുടെ ഒരു ഈ മലയാളത്തിലേക്ക് നമ്മുടെ ചേകവരുടെ അല്ലെങ്കിൽ തച്ചോളിയോധനൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ഇതിന് ശരിക്കും നമ്മുടെ ഫാദർ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ടെക്സ്റ്റിനകത്ത് മാടമ്പി എന്നുള്ള സംഭവം ഉപയോഗിച്ചേക്കുന്നത്. നമ്മളിതിനെ വേറൊരു പദത്തിലാണ് ആ ക്യാരക്ടർ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ അലി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഡോൺ കിക്സോട്ടിനെ മാറ്റി നമ്മൾ നന്മയിൽ ജോൺ കിഹോത്തെ എന്നുള്ള സ്പാനിഷ് പ്രൊണൗൺസിയേഷനാണ് കിഹോത്തെ. അപ്പോൾ അങ്ങനെ ആക്കിയിരിക്കുന്നു. അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു കൾച്ചറിലേക്കുള്ള ഈ ഫൈറ്റർ അല്ലെങ്കിൽ യോദ്ധാവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചേകവന്മാരുടെ ഒരു കൾച്ചറാണല്ലോ. അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുക നമ്മുടെ വടക്കൻ പാട്ടുകളും ചില മിത്തുകളും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ടെക്സ്റ്റിനെ, അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ടെക്സ്റ്റാണെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പറയുന്നതിനപ്പുറത്ത് അങ്ങനെ രസകരമായിട്ടുള്ളൊരു മലയാളത്തിലേക്ക് വന്നൊരു ട്രാൻസ്ലേഷൻ അഡാപ്റ്റേഷൻ അങ്ങനെ ഒരു ടെക്സ്റ്റ് രസകരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കഥാപാത്രം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ
കുറച്ച് സമാനമായിട്ടുള്ള വേറെ കഥാപാത്രം ഫോൾസ്റ്റോഫ് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് ഷേക്സ്പിയറിൻ്റെ ഹെൻറി ഫോർത്തിൽ. അത് ശരിക്കും കുറച്ച് സമാനതയുള്ളൂ, പക്ഷേ അത് ഷേക്സ്പിയറിൻ്റെ തന്നെ ഒരു കോമഡി ക്യാരക്ടറാണ് ഫോൾസ്റ്റോഫ്. ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു കോമഡി ക്യാരക്ടർ. ഇത് നേരെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇയാൾ മുമ്പോട്ട് വയ്ക്കുന്നതെല്ലാം ഭയങ്കര സറ്റയറാണ്. അല്ലെങ്കിൽ ഇയാൾ പറയുന്നത്, ഇയാൾ ഓരോ നിമിഷവും ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സറ്റയറിക്കലായിട്ടാണ്. പക്ഷേ ഇയാൾ ഭയങ്കര ഗൗരവത്തോടെയാണ് ഇതിനെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ കഥാപാത്രം ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം പറയുകയാണ്, അത് അഭിനയിക്കാൻ കുറച്ച് റിസ്കി ആയിട്ട് എനിക്ക് തോന്നിയതും, ഇത് നമ്മൾ തമാശയല്ല ചെയ്യുന്നത്, സീരിയസ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഇത് ആൾക്കാർക്ക് അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുക. ഇയാൾ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമല്ലാത്ത വേറൊന്നാണ്. ഒരു ആക്രിക്കാരനായിട്ടുള്ള പാത്രവും വെച്ചുകൊണ്ടിരുന്ന ആളിനെ കാണുമ്പോഴത്തേക്കും ഇയാളോട് ഫൈറ്റ് ചെയ്യാൻ വരുന്ന ഒരു പറങ്കിപ്പടയിലുള്ള ഒരാളായിട്ടാണ് ഇയാൾക്ക് തോന്നുന്നത്. എന്നിട്ട് അപ്പോൾ ജനങ്ങൾ കാണുമ്പോൾ അയാൾ ആക്രിക്കാരനാണ്. പക്ഷേ ഇത് നമുക്കൊരു കോമഡി ആയിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കും. പക്ഷേ ഇത് ഇയാൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് ഒരു ആക്ടർ എന്ന നിലയിൽ അത് ചെയ്യാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോഴും അതിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോകാൻ ഒരു റിസ്ക് ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ഇപ്പോൾ 8 മാസം ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്. ഞാൻ കളരി കുറച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു, ഉറുമി വീശാനും. കളരിയൊക്കെ നമ്മൾ സ്കൂൾ ഡ്രാമ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പക്ഷേ ഇതിന് വേണ്ടി ഇപ്പോൾ ഉറുമിയൊക്കെ നമ്മൾ ഭയത്തോടെ മാറുന്നൊരു സാധനം ഇപ്പോൾ ഭയങ്കര രസകരമായിട്ടൊരു ഭയങ്കര ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് അലിയുടെ ഒരു കൺസെപ്റ്റിലുള്ള ഈ പറഞ്ഞ സ്പോർട്ടീവ് എലമെൻറ്റ് തിയേറ്റർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റും കൂടി ചേർന്നുകൊണ്ട് ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പോൾ കളരി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഫൈറ്റ് വരുന്നുണ്ട്, ഇതിനകത്ത് വാൾ ഫൈറ്റ് വരുന്നുണ്ട്, വടി കൊണ്ടുള്ള കോൽത്താരി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നാടകത്തിന് വേണ്ടി കുറച്ചൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളെങ്കിലും അത് ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു ഭയങ്കര വല്ലാത്തൊരു ആവേശത്തോടെ അതിനെ സമീപിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ആ ഒരു സ്പോർട്ടീവ് എലമെൻറ്റും നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു ഭ്രാന്തും ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു കഥാപാത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണത്. എങ്ങനെ വന്നാലും ഈ ഭ്രാന്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകുമെന്നുള്ളൊരു ഒരു അമിതമായിട്ടൊരു ഇഷ്ടം, വിശ്വാസം, പിന്നെ അധികമായിട്ടുള്ളൊരു മുൻധാരണയോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകും എന്നുള്ളൊരു മുൻധാരണയിൽ പറയുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു ചെറിയ സംഘമാണ്. ഈ ചെറിയ സംഘം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു ഭ്രാന്തിനെ, ആ ഒരു സ്വപ്നത്തെ മുമ്പോട്ടെത്തിക്കാനുള്ളൊരു ശ്രമമാണ്. ഓക്കെ, അത് നന്നായി ചെയ്തു വരുന്നു. അയാളുടെ സങ്കല്പത്തിൽ ഒരു ലോകം എന്ന് പറയുന്നത് അനീതിയില്ലാത്ത, പ്രശ്നമില്ലാത്ത, മോശപ്പെട്ടതല്ലാത്ത, സ്ത്രീകൾക്ക് സമാനതയുള്ള ഒരു ലോകം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മളിൽ എല്ലാവർക്കും ഉള്ളതായിരിക്കും പൊതുവേ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്ക് അത് എടുത്തു പറയേണ്ട സംഭവമായിരിക്കും. പൊതുവെ മനുഷ്യന്മാർക്കുണ്ടാകും. പൊതുവെ ആർട്ടിസ്റ്റുകൾ നമ്മൾ കല ചെയ്യുന്നത് ഉറപ്പായിട്ടും നാട്ടിലോ അല്ലെങ്കിൽ മാനവികതയ്ക്കോ സന്തോഷത്തിനോ പരസ്പര സ്നേഹത്തിനോ റെസ്പെക്റ്റിനോ അല്ലെങ്കിൽ സമാനതയ്ക്കോ വേണ്ടിയായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഇതിനകത്തുണ്ട് എന്ന് പറയുന്നത് ഒരു പൊതു എലമെൻ്റാണ്. ഇപ്പോൾ ഡോൺ ക്വിക്സോട്ടിനെ അറിഞ്ഞില്ലെങ്കിലും ഇയാൾ അതിനു വേണ്ടിയാണ് പുറപ്പെടുന്നത്. പക്ഷേ ഇതിലേക്ക് അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും പരാജയം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ കീഴടങ്ങേണ്ടി വരും. ഇയാളുടെ ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ ഒരു ഇപ്പോൾ പള്ളിയോ അച്ഛനോ അല്ലെങ്കിൽ മതമോ ഒക്കെ അല്ലെങ്കിൽ സിസ്റ്റമോ ഒക്കെ ഇയാളെ പിടിച്ചടക്കാൻ അല്ലെങ്കിൽ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ഹോസ്പിറ്റലാക്കാൻ ശ്രമിക്കുന്നത് ഇയാൾക്ക് ഭ്രാന്തെന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ ഭ്രാന്തെന്ന് പറയുന്നത് വേറെ തരത്തിൽ നമ്മുടെ സ്വപ്നം. അപ്പോൾ സ്വപ്നങ്ങളെ ഒഴിവാക്കലാണ് ശരിക്കുള്ള ഭ്രാന്ത് എന്നാണ് ഇതിനകത്ത് ക്വിക്സോട്ട് പറയുന്നത്. അപ്പോൾ നമ്മളെ സ്വപ്നങ്ങളെ എന്തിനാണ് ഒഴിവാക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പൊതുവിൽ എല്ലാവർക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ആക്ഷേപഹാസ്യമാണെങ്കിൽ പോലും അത് നമ്മുടെ ഒരു സബ്ജക്റ്റായിട്ട് കണക്ട് ചെയ്യും എന്നാണ് തോന്നുന്നത്. അത് ഇനി അണിയറയിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടാം. ലൈറ്റിലിരിക്കുന്നത് അലക്സ് തന്നെയാണ്, സൗണ്ടിലിരിക്കുന്നത് സനേഷാണ്. അലക്സ് പ്ലീസ് വരും. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നാരോ പറയും ഹരിഗോവിന്ദുമാണ്. നമ്മൾ ഈ മ്യൂസിക്കിൻ്റെ പരിപാടികൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒപ്പം എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ഹരിഗോവിന്ദ് പറഞ്ഞിട്ട്. അപ്പോൾ ആള് കലാമണ്ഡലത്തിൽ നിന്നും പാസ് ഔട്ടായി. ചെണ്ടയാണ് ആളുടെ മേഖല. പിന്നെ മ്യൂസിക്കിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകളും. നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഇരുതി കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരുമിച്ച് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ആദ്യത്തെ പ്രോസസ്സിൽ. പിന്നെ ആളുടെ ഫ്രണ്ടായിട്ടുള്ള അന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോളണ്ടിൽ നിന്ന് വന്നൊരു ഫ്രണ്ട്. ഇതിൽ ആളൊരു ഡിസൈനറും ആർക്കിടെക്റ്റൊക്കെയാണ്. അപ്പോൾ ആളും ഇതിൽ രസകരമായിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി മേക്കിങ്ങിലും സാധനത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ കൂടിയിട്ടാണ് കുറച്ച് റെക്കോർഡിങ്സും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ലൈവ് നമ്മൾ പെർക്കഷൻ സാധനങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു. അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കഥാപാത്രം ഞങ്ങൾക്ക് വേറെ
കാഴ്ചകളൊന്നുമില്ല. ഇതിന്റെ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കോസ്റ്റ്യൂമിന് വളരെ വലിയൊരു പങ്കുണ്ട്. അത് പൂർത്തീകരിച്ചത് സ്റ്റെനു സ്റ്റാലിനാണ്. സ്റ്റെനു സ്റ്റാലിൻ വളരെ കാലമായി എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സ്റ്റെനു സ്റ്റാലിൻ പിന്നെ ഇതിന്റെ ഞങ്ങൾ നിൽക്കുന്ന ഈ തറ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഷാൻഡോ ആന്റണിയാണ്. ഷാൻഡോ ആന്റണി ഇതിന്റെ പ്രൊഡക്ഷന്റെ പ്രോമോകളും പോസ്റ്ററും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റാഷിയാണ്. റാഷി പ്ലീസ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് മിഥുന്റെ തന്നെ പെയിന്റിങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. നിതീഷ് ലോഹിതാക്ഷനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിതീഷ് പ്ലീസ്. ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് പേര് ആരെങ്കിലും അണിയറയിൽ വീണ്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. സിനി, വിഷ്ണു സത്യൻ, നിതിൻ ബാലു, പിന്നെ നമ്മുടെ സ്റ്റേജ് മാനേജർ ആയിട്ടുള്ള ആള്, ഏറ്റവും ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആള് ദുർഗയാണ്. ദുർഗ പ്ലീസ് കം. പിന്നെ ഈ പ്രൊഡക്ഷന്റെ ടീം മാനേജറായി ജീവവായുവായി പ്രവർത്തിച്ചത് നീരജാണ്. നീരജ് ഈ 30 അടി 20 അടി അരങ്ങ് പോരാ ഞങ്ങളുടെ സംഘങ്ങളെ മൊത്തം ഇതിനകത്തേക്ക് വിളിക്കാൻ. ഇതിൽ പുറമെ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ പല സെറ്റിന്റെ എക്സിക്യൂഷനിലും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗോവിന്ദാണ്. ഇപ്പോൾ ഗോവിന്ദ് തിയേറ്ററിൽ എല്ലാം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നെങ്കിലും വളരെ കാലമായി തിയേറ്ററും അതിനപ്പുറത്തുള്ള ഒരുപാട് ആർട്ട് വർക്കുകളിലും ഇപ്പോൾ ഗോവിന്ദ് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗോവിന്ദ് അന്നയും ഒപ്പം ചേർന്ന് നിന്നിട്ടാണ് ഈ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന ഇപ്പോ അണിയറയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് പിന്നെ ഈ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് പ്രേമേട്ടനാണ്. പ്രേമേട്ടൻ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നത്. ഇതിന് ഈ പ്രൊഡക്ഷൻ മിന്നാടമാണ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. VPS കളരി സംഘവും സ്പോട്ടി തിയേറ്ററും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ജീവവായുവായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് മിന്നാടമാണ്. മിന്നാടത്തിന്റെ ഒപ്പം ചേർന്ന് ഞങ്ങളുടെ നിഴല് പോലെ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രവീണാണ്. പ്രവീൺ പ്ലീസ് കം. പ്രവീണാണ് ഈ വേദി ഞങ്ങൾക്ക് സാധ്യമാക്കിയത്. ഇങ്ങനെ വിക്ടോറിയ കോളേജിലെ യൂണിയനുമായി സഹകരിച്ച് ഒരു ഇടം നേടിത്തന്നത് പ്രവീണാണ്. അതിനു പിന്നിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ മിന്നാടത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സജി ടീച്ചർ വേദിയിലേക്ക് വരണം. മാത്രമല്ല ഇത് ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിലീപ് ഉണ്ട്, വിദ്യ ഉണ്ട്. ഈ പ്രൊഡക്ഷനെ ഇത്രയധികം സഹായിച്ചിട്ടുള്ളത്, പുറമേ നിന്ന് സഹായിച്ചിട്ടുള്ളത് മനോജേട്ടനാണ്. മനോജേട്ടൻ, ഹരിയേട്ടൻ, മുബാറക്, അങ്ങനെ തുടങ്ങിയ വലിയൊരു സംഘം തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വിനോദ് മാഷ്. എല്ലാവരോടും ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് റാഷി വന്നിട്ടുണ്ട്, ഞാൻ വിട്ടുപോയിട്ടില്ല. കൃഷ്ണ എവിടെ? ഓക്കെ, പിന്നെ ഞാൻ വിളിക്കാം. ഒരുപാട് ആളുകൾ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ പുറമെ നിന്നുകൊണ്ട് നമുക്ക് മ്യൂസിക്കില് ഒരു ദിവസം മ്യൂസിക് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ഒപ്പം നിന്നത് മാധവേട്ടനാണ്. മാത്രമല്ല ഇതിന്റെ പ്രചരണാർത്ഥം കൂടെ നിന്നിട്ടുള്ളത് രമ്യ അരുണുണ്ട്. അങ്ങനെ വലിയൊരു സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രചോദനകാരിയായ മഹാമഹതി അവിടെ ഇരിപ്പുണ്ട്. ഫർസാനയാണ് അതിന്റെ ടിക്കറ്റ് എല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ സംഘം എല്ലാവരും തീർന്നു അല്ലേ? ഇനി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ മിഥുന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഈ പരിപാടിയിലേക്ക് മിഥുന്റെ അച്ഛനും ഇതിനകത്ത് വേഷമിട്ടുണ്ട്. മിഥുന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛനെ കൊണ്ടും ദാസേട്ടനെ കൊണ്ടും ഒരു ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം ചെയ്യണമെന്ന്. അതപ്പോൾ നിരന്തരം ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. കഴിയുമെങ്കിൽ സ്വാതി മോഹൻ ഒന്ന് വേദിയിൽ വരണം പ്ലീസ്.
പ്രിയപ്പെട്ടവരെ, മിഥുൻ എനിക്ക് മകൻ മാത്രമായിരുന്നില്ല, ഒരു വലിയ കലാകാരനായിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് മുഴുവൻ നാടകത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചുമായിരുന്നു. ഞാനൊരു നാടകക്കാരനാണ്. വളരെ മുമ്പ് തന്നെ ഡോൺ കിക്സോട്ടിൻ്റെ ഒരു കഥ എന്നോട് പറയുകയും അതിൽ ഞാനും അഭിനയിക്കണം, ദാസേട്ടനും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്തൊരു കഥ അലിയാർ മുഖാന്തരം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. വളരെ സ്നേഹം. ആരോടൊക്കെ നന്ദി പറയണമെന്നറിയില്ല. വളരെ സന്തോഷം. കാണികളെ പ്രതിനിധിച്ചുകൊണ്ട് ശൈലേച്ച് ഇവിടെ ഉണ്ട്. ശൈലേച്ച് 2 വാക്ക് പറഞ്ഞതോടുകൂടി നമുക്ക് പിരിഞ്ഞു പോകാമെന്ന് കരുതുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഈ സെഷൻ പെട്ടെന്ന് അവസാനിക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പലർക്കും ട്രെയിൻ പിടിക്കാനുള്ളതാണ്, ഓടാൻ നിൽക്കുന്നവരുണ്ട്, എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ പോകാൻ നിൽക്കുന്നുള്ളവരുണ്ട്, എനിക്കും പോകേണ്ടതാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. 1 മണിക്കൂർ 50 മിനിറ്റ്. എൻ്റെ ഒരു അപേക്ഷ, ഇതിൻ്റെ ചിലവൊക്കെ വളരെ കൂടുതലെന്നറിയാം, പക്ഷേ ഈ നാടകം പരമാവധി ഇടങ്ങളിൽ കളിക്കണമെന്നുള്ളതാണ്. കല എന്നാൽ ഒരു എസ്സേ പറയാനുള്ള ഒരു എന്തൊക്കെയോ ഉണ്ട് ഉള്ളിൽ. ഒരു നിമിഷം പോലും ഈ നാടകത്തിൽ നിന്ന് ഇവിടെ ഇരുന്ന കുഞ്ഞു കുട്ടികളടക്കം മാറിപ്പോയിട്ടില്ല. ഇത് ഞാൻ പറയുന്ന അതിഭാവുകത്വമല്ല, ഇവിടെ ഇരുന്ന എല്ലാവരും ആസ്വദിച്ചതാണ്. കയ്യടികളും ചിരികളും. ഞാൻ ഇടയ്ക്കൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം അത് ഒരുപക്ഷെ നമ്മൾ ജീവിച്ചു പോകുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഒട്ടേറെ മുൾമുനമ്പിലൂടെ, ചില വരമ്പുകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ഈ നാടകം കാണാൻ വന്നിട്ടുള്ളവർക്കൊക്കെ. അവർക്കെല്ലാം ഫീൽ ചെയ്യാൻ പറ്റിയ അതിനായകരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള ആ ദൂരവും ആ കോൺട്രഡിക്ഷനും ആ കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെ കണ്ട കിഹോത്തയുടെ ഡയലോഗും സാഞ്ചോ പാഞ്ചോയുടെ ഡയലോഗും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഒരു കലയെന്നാൽ മനുഷ്യനെ പ്രചോദിപ്പിക്കുകയാണ്, ചിന്തിപ്പിക്കുകയാണ്, ഒരു ജനതയുടെ ജീവിത പരിസരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു രാജ്യത്തെയോ ഒരു കൂട്ടത്തിൻ്റെയോ ഒരു കൂട്ടായ്മയുടെയോ ഒക്കെ അന്തസത്ത അല്ലെങ്കിൽ ജീവിത സാരാംശം, വഴികൾ, സഞ്ചാരം, ചിന്ത, സ്വപ്നം ഇതിലേക്കൊക്കെ കടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാൻ വികാരാധീനയാണ്. കാരണം കൂടെ സഞ്ചരിക്കുകയായിരുന്നു. നമുക്കൊക്കെ ഭ്രാന്തുള്ളവരാണ്, നമുക്കൊക്കെ ഇതേപോലെ അപാരമായ മറ്റു മനുഷ്യർ കാണാൻ പറ്റാത്ത ദൂരം അളക്കാൻ പറ്റിയിട്ടുള്ളവരാണ്, ഗർത്തം കാണാൻ പറ്റിയിട്ടുള്ളവരാണ്, ഇടയ്ക്കൊക്കെ വീണു പോയിട്ടുള്ളവരാണ്, തപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് വന്ന് നിൽക്കുകയാണ്. ഈ നിൽക്കുന്നവരൊക്കെ അങ്ങനെയാണ്. ലോകത്തെമ്പാടുമുള്ള നാടകം കളിക്കുന്ന മനുഷ്യർ അങ്ങനെയാണ്. ഏതോ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചു നിൽക്കുകയാണ്. മുകളിൽ ആകാശവും താഴെ ഭൂമി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ 1.5 ഇഞ്ച് ഊപ്പറാണ്. 1 ഇഞ്ച് 1.5 ഇഞ്ച് ഭൂമിയിൽ നിന്ന് തന്നെ പൊങ്ങിയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട കിഹോത്തോ നടന്നത് മൊത്തം അങ്ങനെയാണ്. ഭൂമിയിലല്ല കാലുകൾ. അദ്ദേഹത്തിന്റെ കുതിരകളെക്കാൾ മനോഹരമായ ചലനങ്ങൾ. സജി, ഐ എം പ്രൗഡ് ഓഫ് യു. ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി താങ്ക്ഫുൾ. ഞാൻ ഇന്നലെ വരെ കണ്ട സജി തുളസിദാസിനെ അല്ല ഇന്ന് സ്റ്റേജിൽ കണ്ടത്. ഒരു പുതിയ ആക്ടർ, ഒരു പുതിയ പെർഫോമർ, പുതിയ ചലനം, പുതിയ റിതം, പുതിയ ഭാഷ, ശരീരഭാഷയും ശബ്ദഭാഷയും ഒക്കെ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഐ എം വെരി ഹോപ്പ്ഫുൾ. അലി, ഓരോരുത്തരും എല്ലാവരും ഇവിടെ ഒരു മാജിക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെന്റെ അനുഭവമാണ്. ഞാനിവിടെ അനുഭവിക്കുകയായിരുന്നു ഈ 1 മണിക്കൂർ 50 മിനിറ്റ്. ഞാൻ വീണ്ടും വീണ്ടും ഈ നാടകം ഓരോ സ്റ്റേജിലും കാണാൻ ആഗ്രഹിക്കുന്നു. ഈ കഥയ്ക്കൊപ്പം, ഈ പ്രേത സഞ്ചാരത്തിനൊപ്പം, ഈ സ്വപ്ന വിഹലതകൾക്കൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് സാധ്യമല്ലെങ്കിൽ പോലും ഇത്തരം കാഴ്ചകളിലൂടെയെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ, നമുക്ക് ആഗ്രഹമുള്ള സമത്വസുന്ദരമായ ഒരു ഭൂമി, ലോകം, മനുഷ്യരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി കല നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമുക്കിത് പരമാവധി ഇടങ്ങളിലേക്ക് ഈ ഒരു കലായാത്രയുടെ, സ്വപ്ന സഞ്ചാരത്തിന്റെ സന്ദേശം എത്തിക്കാം. ഞാനതിൽ ഒപ്പമുണ്ടാകും. ഈ നാടകം ഒത്തിരിയിടത്തിൽ കളിക്കട്ടെ. ഒത്തിരി പേർക്ക് സ്വപ്നത്തിലേക്ക് കടക്കാൻ, ഒത്തിരി പേർക്ക് വീണ്ടും വിചാരം ഉണ്ടാകാൻ, ഒത്തിരി പേർക്ക് തിരിച്ചു നടന്ന് സ്വന്തം സ്വപ്നം എന്താണെന്ന് അറിയാൻ സാഞ്ചോ പാഞ്ചോ അവസാനം വീണ്ടും പറയുന്ന ഒന്നുണ്ട്. അവനവന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും അവനവന്റെ തെറ്റുകളെക്കുറിച്ചും അവനവന്റെ ജീവിതം ജീവിച്ചു തീർക്കലല്ല എന്ന് പറയുന്ന ആ ഡയലോഗൊക്കെ ഒരിക്കലും മറക്കില്ല. ഈ ഡയലോഗ് എഴുതിയ അലി, യു ആർ ഗ്രേറ്റ്. ഐ എം ഹാപ്പി. ഒത്തിരി സ്വപ്ന മുഹൂർത്തങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോയി. നാടകം മനുഷ്യനെ ചെറുപ്പമാക്കുന്നു, മനുഷ്യനെ എന്തൊക്കെ ആക്കുന്നില്ല.
ഇത് ഒരു വല്ലാത്ത വികാരനിർഭരമായ അവസ്ഥയാണ്. എല്ലാവരും ഇവിടെ ഇരുന്നവരൊക്കെ ചെറുപ്പമായി കുതിരപ്പുറത്ത് കയറി, തടിപ്പുറത്തല്ല, ശരിക്കുള്ള കുതിരപ്പുറത്താണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. അത്തരമൊരു ഭ്രാന്തിന്റെ മുൾമുനമ്പിൽ നിന്ന് ജീവിക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സ്വപ്നത്തെ മുറുകെ പിടിക്കുക, സ്വപ്നമുള്ളവരായിരിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക. ആ സ്വപ്നം ഒരിക്കൽ സാധ്യമാകും. അതാണ് നമ്മുടെ കുട്ടികളോട് നമുക്ക് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതാണ്. ഈ നാടകം ഇത് സാധ്യമായത് തന്നെ അങ്ങനെയാണ്. എനിക്കിതിന്റെ ഓരോ ചെറിയ ചലനങ്ങൾ, ആലോചന മുതലുള്ള കാര്യങ്ങൾ അറിയാം. ഞാൻ ഇന്നിവിടെ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഒരു കൂട്ടം മനുഷ്യന്മാർ അവരുടെ ആത്മാർത്ഥതയുടെ നെഗളിപ്പ് കൊണ്ട് തുടങ്ങിയ ഒന്നാണ്, അവരുടെ ചങ്കൂറ്റത്തിന്റെ നെഗളിപ്പ് കൊണ്ട് തുടങ്ങിയ ഒന്നാണ്. ശൂന്യതയിൽ നിന്ന് ശൂന്യതയിൽ തേടിയാൽ കിട്ടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് തേടി പിടിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഐ എം വെരി പ്രൗഡ് ആൻഡ് ഐ എം ഹാപ്പി. ഐ എം വിത്ത് യു. തിയേറ്റർ ഒരിക്കലും മനുഷ്യനെ വഴിതെറ്റിക്കില്ല. തിയേറ്റർ സ്വപ്നം കാണിച്ച്, സഞ്ചാരപഥം കൃത്യമാക്കി, ഒത്തിരി പേർക്ക് വഴി കാണിച്ച് നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കും. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ഓൾ ദി ടീം. ഇവിടെ വന്നിട്ടുള്ള എല്ലാ കാണികൾക്കും നിങ്ങൾ എല്ലാവരോടും നാളത്തേക്കുള്ള കാണികളായി മാറാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം. പറ്റാവുന്നവരൊക്കെ ഇന്ന് രാത്രിയിൽ ഒരു FB പോസ്റ്റ് ഇടണം നിങ്ങളുടെ അനുഭവത്തെ കുറിച്ച്. ദിസ് ഈസ് ദ റിക്വസ്റ്റ്. തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇത് സാധ്യമാക്കിയ പ്രവീണിനും കോളേജ് യൂണിയൻ ഭാരവാഹികളോടും VPS കളരി സംഘത്തോടും മിന്നാടത്തോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അസാധ്യമായ സ്വപ്നങ്ങളെ സാധ്യമാക്കുകയാണ് ഞങ്ങളുടെ നിയോഗമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അസാധ്യമായ സ്വപ്നങ്ങളെ സാധ്യമാക്കുക എന്നതാണ് എന്റെ നിയോഗം.